ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് US ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാന്റെ നേരിട്ടുള്ള പങ്കാളിത്തം സംഘർഷം ആളിക്കത്തിക്കുകയും ചെയ്തു. ഇതിനു മറുപടിയായി ഖത്തറിലെ USന്റെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു. ഇതോടെ സംഘർഷം മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയുയർന്നു. എന്നാൽ സംഘർഷം അധികം നീണ്ടില്ല. വെടിനിർത്തലിന്റെ ആശ്വാസത്തിലാണ് മേഖല. ഇറാൻ ഖത്തറിലെ USന്റെ അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണത്തിൽ അൽ ഉദൈദ് ബേസിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട്. വാർത്താ ഏജൻസികൾ ഉപഗ്രഹ ചിത്രം അവലോകനം ചെയ്താണ് ഈ നിഗമനത്തിലെത്തിയത്. ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഒരു ജിയോഡെസിക് ഡോം ഹൗസിംഗ് ഉപകരണങ്ങൾക്ക് ഇറാന്റെ ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ജിയോസ്പേഷ്യൽ അനലിസ്റ്റിക് കമ്പനിയായ സാറ്റലോജിക്കിന്റെ വിശകലനം ലണ്ടൻ ആസ്ഥാനമായുള്ള ന്യൂസ് സൈറ്റായ ഇറാൻ ഇന്റർനാഷണലാണ് പുറത്തുവിട്ടത്. ജൂൺ 23 ഇറാന്റെ ആക്രമണത്തിന് മുമ്പുള്ള US ബേസിന്റെ ഒരു ഉപഗ്രഹ ചിത്രത്തിൽ വലിയ വെളുത്ത ഗ്ലോബ് കേടുകൂടാതെ കാണിക്കുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം ജൂൺ 24 എടുത്ത ഒരു ചിത്രത്തിൽ ഗ്ലോബിനു പകരം ഒരു കറുത്ത നിറമാണ് കാണിച്ചിരിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് അസോസിയേറ്റഡ് പ്രസ്സും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. താഴികക്കുടത്തിൽ എന്തോ ഇടിച്ചിട്ടുണ്ടാകും. താഴികക്കുടത്തിന്റെ നാശവും ചുറ്റുമുള്ള ഭാഗങ്ങൾക്കുണ്ടായ കേടുപാടുകളും കണക്കിലെടുക്കുമ്പോൾ അത് ഇറാന്റെ ആക്രമണത്തിൽ സംഭവിച്ചതാകാമെന്നാണ് അസോസിയേറ്റഡ് പ്രസ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ ഇറാന്റെ ആണവ പദ്ധതികളെ തടയാൻ USനും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂക്ലിയർ ആയുധം നിർമ്മിക്കാൻ കഴിയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാന്റെ കൈവശമുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാനെതിരായ USന്റെ ബോംബാക്രമണത്തിന് ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 30,000 പൗണ്ട് ഭാരമുള്ള US ബോംബുകളാണ് ഇറാന്റെ ന്യൂക്ലിയർ ബങ്കറുകൾ തകർത്തത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ നശിച്ചു എന്ന അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സർക്കാർ രംഗത്ത് വരികയും ചെയ്തു. ഞങ്ങൾ അവരുടെ ആണവ പരിപാടിയിൽ 1 മുതൽ 2 വർഷം വരെ കുറവ് വരുത്തിയിട്ടുണ്ടെന്നാണ് പെന്റഗൺ വക്താവ് ഷോൺ പാർണൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ തെളിവുകൾ നിരത്താതെയായിരുന്നു പെന്റഗണിന്റെ അവകാശവാദം. ആണവ കേന്ദ്രങ്ങളിലെ സെൻട്രിഫ്യൂജുകൾ എന്നറിയപ്പെടുന്ന 18,000-ഓളം സ്പിന്നിംഗ് മെഷീനുകൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടുവെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. എന്നാൽ 60% സമ്പുഷ്ടമാക്കിയ യുറേനിയം മുഴുവനായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനിലെ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും അത് ലഭ്യമാകാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥൻ വിലയിരുത്തുന്നു. എന്നാൽ ഇവ ഉപയോഗിച്ചുള്ള ഏതൊരു ശ്രമവും ഇസ്രായേൽ കണ്ടെത്തുകയും ഇറാനെ വീണ്ടും ആക്രമിക്കുകയും ചെയ്യുമെന്നും ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. പേര് വെളിപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ടാണ് ന്യൂയോർക്ക് ടൈംസിനോട് ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സംസാരിച്ചത്. 10 മാസം മുമ്പ് ഇസ്രായേൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയ ശേഷം ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിന് ഇസ്രായേലിന്റെ കയ്യിൽ തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ തെളിവുകൾ USുമായി ഇസ്രായേൽ പങ്കിട്ടു. അങ്ങനെയാണ് ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള നടപടി ഇസ്രായേൽ വേഗത്തിലാക്കിയതെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു.